സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും കാലത്താകെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് ആരും തൊട്ടുകളിക്കാനും കുതിര കയറാനും കാമഭ്രാന്തൻ എന്ന് പറയാനും കാവാലികൾ എന്ന് പറയാനും വേണ്ടിയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് അല്ലാഹു റസൂൽ ജീവിച്ചതെന്ന് മനസ്സിലാക്കാൻ, പ്രവാചകന്റെ ജീവിതം എന്താണെന്ന് തിരിയാൻ ഒന്ന് ആലോചിച്ചു നോക്കണം. ആ ഒന്നതായ പത്രത്തിന്റെ അവസാന ഭാഗങ്ങൾ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സമ്പത്തിനെ കൊള്ളയടിച്ചു എന്ന്. എന്റെ സഹോദരങ്ങളെ, ബദർ യുദ്ധത്തിന്റെ ചരിത്രം പഠിക്കണം. ഏറ്റവും കൂടുതൽ സമ്പത്തിനെ ഉണ്ടാക്കിയെടുത്ത ആദ്യത്തെ ഇസ്ലാമിന്റെ യുദ്ധമായിരുന്നു ബദർ. ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മദീനത്തിൽ നിന്നും ബദറിലേക്ക് കടന്നു പോയിട്ട് ആ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ശബ്ദിച്ചത് ആ യുദ്ധം നടത്തിയെങ്കിൽ ഒരിക്കലും അവർ കൊണ്ടുവന്ന സമ്പത്തിനെ പിടിക്കാൻ വേണ്ടിയല്ല, പിടിച്ചു പറിക്കാൻ വേണ്ടിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മക്കത്തിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ സമ്പത്തിനെ അതിനെക്കൊണ്ട് അവർക്കെതിരെ തന്നെ വിനിയോഗിക്കുന്നത് കണ്ടപ്പോൾ ഹലാലായ സമ്പത്തിനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്പത്തിനെ, സ്വഹാബത്തിന്റെ സമ്പത്തിനെ ഇതിനെ പിടിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ സംഘം പോയത്. ഈ ബദർ യുദ്ധത്തിന്റെ ചരിത്രം തന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ, അല്ലാതെ ആരുടെയും സമ്പത്ത് വലിക്കുകയോ അല്ലെങ്കിൽ ഒരു ദേശപ്പണിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിനെ താരടിച്ചു കാണിക്കുകയോ കൊള്ളയും കൊള്ളരുതായ്മയോ നടത്തിയ ഒരാളായിരുന്നില്ല അല്ലാഹുവിന്റെ റസൂൽ. ഈ ചരിത്രം പഠിക്കണം. ഇത്തരണത്തിൽ അതാണ് അവരോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. മാതൃഭൂപത്രം നിഷ്പക്ഷമായിട്ടാണ് അവർ മാപ്പ് പറഞ്ഞതെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിവാഹങ്ങൾ ഓരോന്നും എന്താണെന്ന് പഠിച്ചുകൊണ്ട് അവരുടെ എഡിറ്റോറിയൽ പേജിൽ തന്നെ വളരെ വ്യക്തമായി പ്രസിദ്ധീകരിക്കട്ടെ. ഇതായിരുന്നു നമുക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് മാപ്പുരക്കലല്ല, അല്ലെങ്കിൽ മൂന്നാളിനെ സസ്പെൻഡ് ചെയ്യലില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വിവാഹം ഏകദേശം 11ഓളം ഭാര്യമാരുമായി അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചു പോയെങ്കിൽ ഈ 11ന്റെ ചരിത്രവും അടിമ സ്ത്രീകൾ പലതും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ചരിത്രവും വളരെ സുവ്യക്തമായി പഠിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായി അതിന്റെ പേജുകളിൽ തന്നെ, അതിന്റെ താളുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ട് പറ്റിപ്പോയതാണ്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രമെന്ന് വളരെ വ്യക്തമായി സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് അവർ ചെയ്യേണ്ടത്. അല്ലാതെ മാപ്പ് പറഞ്ഞതുകൊണ്ടോ മൂന്നാളിനെ സസ്പെൻഡ് ചെയ്തതോ കൊണ്ടും തന്നെ ഒരിക്കലും മുസ്ലിം സമൂഹത്തിൻ്റെതായ മനസ്സിലുള്ളതായ ആ വികാരത്തിന് അവർ കണക്കാൻ കഴിയില്ല. അവർ കരുതും ഈ സമൂഹത്തിന്റെ തെരുവിലേക്ക് വലിച്ചിറക്കാമെന്ന്, അക്രമങ്ങൾ നടത്താമെന്ന്. അക്രമങ്ങൾ നടത്തലല്ല, അവരുടെ സാമ്പത്തികമായ സ്രോതസ്സിന്റെ മേൽ കടിഞ്ഞാണുകൾ തന്നെയാണ് ലക്ഷ്യം. അത് കഴിയുമ്പോൾ അവർ കൂട്ടേണ്ടി വരും. അത് കൂട്ടിട്ട് തന്നെ ചെയ്യും. പല സംഘടനകളായാലും സംഘങ്ങളായാലും ശരി, ഒരൊറ്റ വിശ്വാസവും സഹിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവുകയില്ല. തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവിഭാജ്യഘടകവും നമ്മൾ ഒരിക്കലും വിട്ടുമാറാൻ കഴിയാത്ത, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ മാനിക്കലായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ കാണിച്ചിരുന്ന, ലോകത്തിന് വഴികാട്ടിയിരിക്കുന്ന, സമൂഹത്തിന് വഴികാട്ടിയായി നിന്ന, സാമൂഹിക രംഗത്ത്, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരിക തന്നെ ചെയ്യും. ഇന്ന് നിസ്സാരമായി തള്ളാൻ തയ്യാറുമല്ല. ലോകത്തിൽ ഇന്ന് ഏകദേശം 140 കോടിയോളം മുസ്ലിങ്ങളുണ്ടെങ്കിൽ പല രാജ്യങ്ങളെയും നിങ്ങൾ ഇല്ലായ്മ ചെയ്തു. ഇന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോകുന്നില്ല. മുല്ലപ്പൂർ പ്രളയത്തിന്റെ പേരിൽ ഇറാനെ നിങ്ങൾ ആക്രമിച്ചു, സിറിയയെ നിങ്ങൾ ആക്രമിച്ചു, ഈജിപ്തിനെ നിങ്ങൾ ആക്രമിച്ചു, നിങ്ങൾ ആക്രമിച്ചു. പല രാജ്യങ്ങളെയും അവർ പല രാജ്യങ്ങളെയും അവർക്ക് അക്കസുഖമില്ലാതാക്കി. ഒരിക്കലും മനസ്സിലാക്കുക, ഏത് സമൂഹമായാലും ആരെല്ലാം കടന്നു വന്നാലും ശ്രീമാനസുണ്ടായ അവസ്ഥയും സൽമാൻ റസൂലിക്കുണ്ടായ അവസ്ഥയും ഒരു സമൂഹത്തിൽ സമാധാനത്തോടു കൂടി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തിനെ കൊണ്ടെത്തിക്കും. സംശയം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണെന്നുള്ള ഉറച്ചതായ ഉറപ്പോടുകൂടി തന്നെ നമ്മളിതിനെ പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.